കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഇല്ലേ, ONV-യുടെ പഴയ ഗാനമാണ് മോഹം എന്ന് പറയുന്ന പാട്ട്. ഈ വിദ്യാലയ മുറ്റത്ത് ഒരിക്കൽ കൂടി എത്തുവാനുള്ള മോഹമായിട്ടാണ് ഞങ്ങൾ 7 പേര് നിൽക്കുന്നത്. വിധി സാർ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും റിട്ടയർ ചെയ്യണം ആഗ്രഹത്തോടു കൂടി. എന്റെ ജീവിതത്തിൽ റിട്ടയർമെന്റ് എന്നൊരു സ്ഥാനമില്ല. കാരണം എൻ്റെ ബാല്യകാലം തൊട്ട് ഇന്ന് വരെ അല്ലെ ഇനിയും ഞാൻ ഒരു അധ്യാപകനായി തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രീഡിഗ്രി വിദ്യാഭ്യാസം ആരംഭിക്കുന്ന സമയത്ത് ഹൗസ് ട്യൂഷൻ എടുത്തുകൊണ്ടാണ് അധ്യാപക വൃത്തിയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് പാൽ കോളേജ് ട്യൂഷൻ സെന്റർ നടത്തി ഏകദേശം 40 വർഷമായി അധ്യാപക രംഗത്ത് തുടരുന്ന ഒരു വ്യക്തിത്വമാണ്. അധ്യാപകൻ ആരായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് ഒരുപാട് ചിന്തകളിലൂടെ മനസ്സിലാക്കിയ ഒരാളാണ്. ക്ലാസ് മുറികളിൽ താൻ പഠിച്ച പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരല്ല അധ്യാപകൻ എന്ന് മനസ്സിലാക്കുന്നവരാണ്. അതിനുവേണ്ടിയിൽ പഠിച്ച പാഠങ്ങളെക്കുറിയായിട്ട് പഠിപ്പിക്കേണ്ട പാഠങ്ങൾ അനുഭവത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയും പ്രവൃത്തിയിലൂടെ കൊണ്ടുവരികയും ചെയ്യേണ്ടവരാണ് അധ്യാപകൻ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ചമ്പക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വന്ന ശേഷം 2 വർഷത്തിനിടയിൽ എനിക്ക് 2-3 അധ്യാപക അവാർഡ് ലഭിച്ചപ്പോൾ എന്റെ സഹപ്രവർത്തകരും കൂട്ടുകാരും ഒക്കെ ചോദിച്ചു, ഫിലിപ്പോസേ, ഞങ്ങളും അധ്യാപകരല്ലേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കും ഈ അവാർഡ് ലഭിക്കാത്തത്? അവരോട് പറഞ്ഞ മറുപടി ഇതാണ്: അധ്യാപകൻ ക്ലാസ് മുറികളിൽ ഒതുങ്ങേണ്ടവനല്ല, അതിന് വെളിയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹത്തിന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി സമൂഹത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടവനാണ്. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അധ്യാപക വൃത്തി കഴിയുമ്പോൾ വേറെ റോട്ടറി ക്ലബ്ബ് അല്ലെങ്കിൽ JCI അല്ലെങ്കിൽ സാഹിത്യ സാംസ്കാരിക സംഘടനകളിലൊക്കെ ചെല്ലുകയും അതിലൊക്കെ സജീവമായി പ്രവർത്തിക്കുകയും അണ്ണാറക്കണ്ണനും തന്നാനായെന്ന് പറയുന്നതുപോലെ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും എനിക്കുണ്ട്. അതുപോലെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ പാഠഭാഗങ്ങൾ മാത്രം പഠിപ്പിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലുപരിയായിട്ട് പാഠഭാഗത്തിന്റെ അപ്പുറത്തേക്ക് ജീവിതത്തിന്റെ പാതായിലൂടെ കടന്നു ചെന്നിട്ട് ഭാവിയിൽ എന്തൊക്കെയായി തീരണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷത്തിന്റെ വൃത്തിയാണ്. പഠനത്തോടൊപ്പം വിദ്യാഭ്യാസത്തോടൊപ്പം കലാരംഗവും സാഹിത്യരംഗവും മുൻകൂട്ടി കൊണ്ടുപോകാൻ സാധിച്ചതുകൊണ്ടാണ് ഇന്ന് ഒരു കവി എന്ന നിലയിൽ നിങ്ങളുടെ ഇടയിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചത്. ബാല്യകാലത്ത് പഠിക്കുമ്പോൾ തന്നെ ഞാൻ കവിതകൾ എഴുതുമായിരുന്നു. പിന്നീട് കോളേജിലും മറ്റു തലങ്ങളിലൊക്കെ എത്തുമ്പോൾ കവിതകൾ കൂടുതൽ എഴുതുകയും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, പുസ്തകങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ മിത്രം. പുസ്തക വായനയിലൂടെ മാത്രമേ നിങ്ങൾക്ക് പുതിയൊരു മനുഷ്യനാകാൻ സാധിക്കുകയുള്ളൂ. പുസ്തകങ്ങൾ വായിച്ചവർ മാത്രമേ സമൂഹത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ പാഠപുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളോട് പറയുന്നു, പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തൊരു ലോകമുണ്ട്. ആ ലോകത്തെ കാണണമെങ്കിൽ നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന വർത്തമാന പത്രങ്ങളിലേക്ക് നിങ്ങൾ വായിക്കണം. ചാനലുകളിലൂടെ നോക്കി പത്രവാർത്തകൾ മനസ്സിലാക്കണം. മറ്റു പുസ്തകങ്ങൾ വായിക്കണം, വാരികൾ വായിക്കണം. ഞങ്ങളൊക്കെ അങ്ങനെ പഠിച്ചു വളർന്ന ആളുകളാണ്. ആ കാലഘട്ടത്തിൽ ചാനലുകളില്ലായിരുന്നു, ന്യൂ ജനറേഷൻ മാധ്യമങ്ങളിലായിരുന്നു. ഇങ്ങനെ പറയുന്ന TV പോലും ഞങ്ങളുടെ ബാല്യകാലങ്ങളിലായിരുന്നു. പുസ്തകങ്ങളായിരുന്നു ഞങ്ങളെ ഈ നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്, ഈ അധ്യാപകരായ ഞങ്ങളെല്ലാവരെയും. അതുകൊണ്ട് പ്രിയ കുട്ടികളെ, നിങ്ങൾ പുസ്തകങ്ങളെ സ്നേഹിക്കണം. അപ്പോൾ പറയും, സാറേ ഇന്ന് ഇലക്ട്രോണിക്സ് മീഡിയയിൽ ധാരാളമുണ്ട്. തീർച്ചയാണ് ഇലക്ട്രോണിക്സ് ഉണ്ടെങ്കിൽ പോലും ശരി, പുസ്തകങ്ങളിലൂടെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലാണ് ഈ അക്ഷരങ്ങൾ പറയുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. എന്റെ ബാല്യകാലം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിന്റെ കാലഘട്ടമായിരുന്നു. കൂലിപ്പണിക്കാരനായ പട്ടിണി കിടന്നിരുന്ന അപ്പോഴൊക്കെ വയറൊതുക്കി അന്നമായി മക്കൾക്ക് ഭക്ഷണം നൽകിയ അച്ഛനമ്മയോർക്കുകയാണ്. അവര് പകർന്നു തന്ന
വചനങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം എൻ്റെ ജീവിതത്തിന് കരുത്തായിട്ടുണ്ട്. ആ കരുത്തിൽ നിന്ന് ആർജിച്ച ശക്തി ഇന്നൊരു അധ്യാപകനാകാനും കവിയാകാനും ഒക്കെ എനിക്ക് സഹായമായി. അവരോടുള്ള നന്ദി ഞാൻ ആദ്യമായി അർപ്പിക്കുകയാണ്. പിന്നെ ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തിലേക്ക് എന്നെ രൂപപ്പെടുത്താൻ വേണ്ടി ദൈവം അയച്ച മഹത്തായ 2 വ്യക്തികളുണ്ട്. അതിലൊന്ന് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ആലഞ്ചേരി പിതാവാണ്. ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് തത്തമ്പള്ളിയിൽ സൺഡേ സ്കൂൾ അധ്യാപകനായി ജോയിൻ ചെയ്ത കാലം, 16-ാമത്തെ വയസ്സിൽ അന്ന് ഒരു സെമിനാർ എടുക്കാൻ വേണ്ടി വന്ന ആലഞ്ചേരി പിതാവ് എന്നെ പരിചയപ്പെടുകയും പിന്നീട് ആ സൗഹൃദം വളർന്നു വന്ന് സത്യം എന്നിലുള്ള കലാകാരനെ തിരിച്ചറിഞ്ഞ് എൻ്റെ ആദ്യത്തെ പുസ്തകം ചങ്ങനാശ്ശേരി SP കോളേജിൽ പഠിക്കുമ്പോൾ ഇറക്കുവാൻ വേണ്ടി അദ്ദേഹവും പൗത്യ പിതാവിനോട് ചേർന്ന് പൈസ എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറക്കി. ഞാനവിടെ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചത് നമ്മുടെ ഹെഡ് മാസ്റ്റർ പ്രകാശ് സാർ, അതുപോലെ സിമിത്ത് സാറൊക്കെ അവിടെ ഉണ്ട്. ആ സ്കൂളിലെ കലാപ്രതിഭയാകാൻ എനിക്ക് സാധിച്ചു. പിന്നീട് ആ കോളേജിൽ ഇറങ്ങുമ്പോൾ ആ കോളേജിൽ ആദ്യത്തെ എൻ്റെ കവിതാ സമാഹാരം വിചാര എന്ന കവിതാ സമാഹാരം ഇറക്കിക്കൊണ്ടിറങ്ങാൻ സാധിച്ചു. അവരൊക്കെ പകർന്നു തന്ന ആ ശക്തി. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ അവസരം നൽകിയ TJ മത്തായി സാറിനെ ഓർക്കുകയാണ്. അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. സാഹിത്യത്തിന്റെ വഴികളിലേക്ക് എന്നെ തിരിച്ചുവിട്ട പ്രൊഫസർ അമ്പലപ്പുഴകുമാർ സാർ. അക്ഷരങ്ങളെ സ്നേഹിക്കണമെന്നും അക്ഷരങ്ങളാണ് സമൂഹത്തെ മാറ്റിമറിക്കുന്നതിനെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ, ഇവരെല്ലാം ഞങ്ങളുടെ ഓർക്കുകയാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തൊക്കെയോ നേടുവാനായി എനിക്ക് സാധിച്ചു. എനിക്ക് അതിശയമായിട്ട് തോന്നാറുണ്ട് പലപ്പോഴും. ഇവരുടെയൊക്കെ സഹായങ്ങളും സംരക്ഷണങ്ങളും അനുഗ്രഹങ്ങൾ കൊണ്ട് ലോകത്തില് 21 രാജ്യങ്ങളിൽ സഞ്ചരിക്കുവാനും 10 ലോക കവിസമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും വിദേശ രാജ്യങ്ങളിൽ. എന്തിനു പറയുന്നു, നമ്മുടെയൊക്കെ പരമാവധി ആത്മീയ പിതാവായ ഫ്രാൻസിസ് പാപ്പയെ 2 തവണ കാണാനും ആസിസ് പാപ്പയെ കുറിച്ച് കവിത എഴുതി അദ്ദേഹത്തിന് നേരിൽ കൊടുക്കുവാനൊക്കെ സാധിച്ചിരുന്ന ഒരു ഭാഗ്യമുണ്ട്. അതുപോലെ ലോകത്തിൽ എത്രയോ വലിയ കവികൾ, കലാകാരന്മാരെയൊക്കെ നേരിട്ട് കാണുവാൻ, നോബൽ സമ്മാന ജേതാക്കളടക്കം. ഞാനിത് പറയുന്നത് എൻ്റെ കുട്ടികളോടാണ്. കുട്ടികളെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് അസാധ്യമായിട്ടൊന്നുമില്ലെന്നാണ് ലോകത്തെ പഠിപ്പിച്ചത്, നെപ്പോളിയൻ പഠിപ്പിച്ചത്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ആരുമാകാൻ സാധിക്കും. പക്ഷേ പാഠപുസ്തകത്തിനപ്പുറത്തുള്ള അറിവ് നിങ്ങൾക്കുണ്ടാകണം. നിരന്തരം പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം നിങ്ങൾ. പലപ്പോഴും ഞാൻ സ്കൂളിൽ നിന്ന് പോയ ശേഷം സാധാരണ പലരും സ്കൂളിൽ നിന്നൊക്കെ പോകുമ്പോൾ ജോലി കഴിയുമ്പോൾ 4 മണിയാകുമ്പോൾ പാടിത്തള്ളുന്നുള്ളൂ. പക്ഷേ എൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ശേഷമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളൊക്കെ വന്നിട്ടുണ്ട്. പലപ്പോഴും അഥവാ പിന്നെ സ്കൂളിൽ നേരിട്ട് വന്ന് ചായ വിളിച്ചുകൊണ്ട് 1/4 മണി കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങും. ഏതെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളോ സാംസ്കാരിക പരിപാടികളായിട്ട് പോകും. പിന്നെ വരുന്ന രാത്രി 9-10 മണിക്കൊക്കെ. പക്ഷേ അപ്പോഴും ഞാൻ വീട്ടിലെ എല്ലാ ധർമ്മങ്ങളും ചെയ്ത ശേഷമാണ് മക്കൾക്കുള്ള കാര്യങ്ങൾ, വൈഫിനുള്ള കാര്യങ്ങൾ, കുടുംബത്തെ എല്ലാം സംരക്ഷിച്ചിട്ടാണ് പോകും. അതുകൊണ്ട് ഭാര്യയ്ക്ക് എന്നോട് വലിയ പിണക്കമൊന്നുമില്ല, മക്കൾക്കും പിണക്കമില്ല. നല്ല 3 മക്കളെ ഞങ്ങൾക്ക് കിട്ടി. മൂത്ത മോള് കവിത, ഭർത്താവ് ലഫിനും, കൊച്ചുമക്കൾ 2 പേര് എട്ടിയിലും ജയിലിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ 2ാമത്തെ മകള് എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ പഠിക്കുന്നു. ഇളയമോള് കാവ്യ പഠിക്കുന്നു. ഇളയമോള് കല ഡിഗ്രിക്ക് പഠിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛനമ്മയും പകർന്നു തന്ന വഴികൾ, എൻ്റെ കാരണന്മാർ പറഞ്ഞു വഴികൾ, നിരവധി വൈദികന്മാർ നമുക്ക് പകർന്നു തന്ന വഴികളെല്ലാം ഞാൻ നോക്കിയാണ്. എല്ലാവർക്കും ഒരുപാട് പറയണമെന്നുണ്ട്, പാടണമെന്നുണ്ട്. ഈ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ട്, എന്നാൽ അതിനൊരു പദം വരുന്നില്ലല്ലോ എന്ന് പറയുന്ന പോലെ ഈ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും, പ്രിൻസിപ്പലിനും, ഹെഡ് മാസ്റ്റർക്കും, സഹപ്രവർത്തകർക്കും, കുട്ടികൾക്കും ഒക്കെ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നിങ്ങളോട് കാണിച്ച സ്നേഹത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ വിടപറയിൽ ചടങ്ങ് വളരെ മനോഹരമായിട്ട്, കാവ്യാത്മകമായിട്ട്, മനോഹരമായ ഗാനങ്ങളിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ അവതരിപ്പിച്ച്, ചിട്ടയായിട്ട് അവതരിപ്പിച്ച് ഞങ്ങളെ സന്തോഷിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കവിത അവതരിപ്പിച്ചുകൊണ്ട് വിടവാങ്ങാം. ഒരിക്കൽ കൂടി നന്ദി. ഞാൻ ഈ അടുത്ത കാലത്ത് എഴുതിയൊരു കവിതയാണ്. സ്വാഭാവികമായിട്ട് ഞാനിവിടെ സംസാരിക്കുമ്പോൾ കവിത പാടാൻ പോകുന്നത് എനിക്ക് വളരെ മാനസികമായ വിഷമമുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കവിത പാടുന്നത്.
എൻ്റെ കവിതയുടെ പേര് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അമ്മച്ചി മരിച്ചുപോയി. അപ്പം അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ശരീരത്തിനടുത്തിരുന്ന് അവിടെ ഇരുന്ന് ഒന്ന് മയങ്ങുകയായിരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല. അപ്പം വെളുപ്പിന് ഒരു 4-4:30 പെട്ടെന്നുണ്ടെന്നപ്പോൾ മനസ്സിലേക്ക് കുറേ വരികൾ വന്നു. ആ വരികൾ ഞാനൊരു 10-16 വരികൾ അമൃതത്തിന് എഴുതി ഫേസ്ബുക്കിൽ വാട്സപ്പിൽ ഇട്ടു. അപ്പോൾ ചെന്നൈയിലുള്ള ഒരു ശ്രീദേവി എന്ന് പറയുന്ന ടീച്ചർ പെട്ടെന്ന് സംഗീതം ചെയ്തത് ഞാൻ പറഞ്ഞൊന്നുമല്ല, അവരറിയാതെ ചെയ്ത് ഞാൻ വീഡിയോക്കെ ആക്കി. ആ കവിത കുറച്ചുകൂടി ഒന്ന് വലുതാക്കി ഞാനൊരു കവിതയായിട്ട് ആദ്യമായിട്ടാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. കവിതയുടെ പേര് അമ്മ ഒരു ഓർമ്മ. അമ്മയൊരോർമ്മയായി മഴനിഴൽ ചിത്രമായി അമൃതവർഷമായി പെയ്തിറങ്ങുന്നു. അമ്മയൊരോർമ്മയായി മഴനിഴൽ ചിത്രമായി അമൃതവർഷമായി പെയ്തിറങ്ങുന്നു. കരളിൽ കഥനം പുഴയായൊഴുകുന്നു. കണ്ണിനീരുപ്പിൽ അലിയുന്നു കണ്ണുകൾ. ഭിത്തിയിൽ തൂങ്ങുന്ന അമ്മതൻ ചിത്രത്തിൽ അക്ഷരനക്ഷത്രങ്ങൾ പുഞ്ചിരിക്കുന്നു. ഭിത്തിയിൽ തൂങ്ങുന്ന അമ്മതൻ ചിത്രത്തിൽ അക്ഷരനക്ഷത്രങ്ങൾ പുഞ്ചിരിക്കുന്നു. അകലെ ആകാശത്ത് അമ്മ നക്ഷത്രമായി മിന്നിത്തിളങ്ങുന്ന കാഴ്ചകൾ കണ്ടു ഞാൻ. അകലെ ആകാശത്ത് അമ്മ നക്ഷത്രമായി മിന്നിത്തിളങ്ങുന്ന കാഴ്ചകൾ കണ്ടു ഞാൻ. സ്മരണസാനുക്കളിൽ നിറയുന്നു ചിന്തകൾ. കരുണതൻ പൂനിലാവിൽ അലിയുന്നു മാനസം. സ്മരണസാനുക്കളിൽ നിറയുന്നു ചിന്തകൾ. കരുണതൻ പൂനിലാവിൽ അലിയുന്നു മാനസം. അമ്മിഞ്ഞ പാലിനായി വാവീട്ടു കരഞ്ഞ നാൾ നെഞ്ചകം കൊത്തി പെലിക്കൻ പക്ഷിയായി രക്തമാംസങ്ങൾ അന്നമായി നൽകി. അമ്മിഞ്ഞ പാലിനായി വാവീട്ടു കരഞ്ഞ നാൾ നെഞ്ചകം കൊത്തി പെലിക്കൻ പക്ഷിയായി രക്തമാംസങ്ങൾ അന്നമായി നൽകി. ഉണ്ണാതുറങ്ങാതെ കാലം കഴിച്ചമ്മ. ഉണ്ണാതുറങ്ങാതെ കാലം കഴിച്ചമ്മ. കൈവളരുമ്പോഴും കാൽ വളരുമ്പോഴും കൺകളിൽ നാളതൻ ദീപം തെളിച്ചമ്മ. കൈവളരുമ്പോഴും കാൽ വളരുമ്പോഴും കൺകളിൽ നാളതൻ ദീപം തെളിച്ചമ്മ. ആ എന്ന അക്ഷരം ആദ്യം പഠിപ്പിച്ചു അക്ഷരക്കളരിയിൽ ആദ്യ ഗുരുനാഥയായി. സത്യവും സ്നേഹവും ഈശ്വരനാണെന്ന പ്രപഞ്ചമഹാസത്യം പകർന്നു തന്നമ്മ. ആ എന്ന അക്ഷരം ആദ്യം പഠിപ്പിച്ചു അക്ഷരക്കളരിയിൽ ആദ്യ ഗുരുനാഥയായി. സത്യവും സ്നേഹവും ഈശ്വരനാണെന്ന പ്രപഞ്ചമഹാസത്യം പകർന്നു തന്നമ്മ. കുന്നിലും കുഴിയിലും വീഴാതെ വഴികളിൽ ജീവിതയാത്രയിൽ വഴിവിളക്കായി ജീവിത ചൂടിൽ തളർന്നു വീഴും നേരം മാറോടു ചേർത്തമ്മ തള്ളപ്പക്ഷിയായി. കുന്നിലും കുഴിയിലും വീഴാതെ വഴികളിൽ ജീവിതയാത്രയിൽ വഴിവിളക്കായി ജീവിത ചൂടിൽ തളർന്നു വീഴും നേരം മാറോടു ചേർത്തമ്മ തള്ളപ്പക്ഷിയായി. അഭയമായി സ്നേഹമായി സാന്ത്വന സ്പർശമായി ഉന്മകൻ വെണ്മ പകർന്നു തന്നമ്മ. അഭയമായി സ്നേഹമായി സാന്ത്വന സ്പർശമായി ഉന്മകൻ വെണ്മ പകർന്നു തന്നമ്മ. സമയരഥങ്ങളിൽ
കാലം കടന്നുപോയി. ഒരു ശുഭ്രനക്ഷത്രമായി അമ്മ ചിരിക്കുന്നു. സമയരഥങ്ങളിൽ കാലം കടന്നുപോയി. ഒരു ശുഭ്രനക്ഷത്രമായി അമ്മ ചിരിക്കുന്നു. ഒരു ശുഭ്രനക്ഷത്രമായി അമ്മ ചിരിക്കുന്നു.